അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഓരോ നൂറ്റാണ്ടിൻ്റെയും തുടക്കത്തിൽ ദീനിനെ പുനരുദ്ധരിക്കാൻ ഈ സമുദായത്തിൽ ഒരു നവോത്ഥാന നായകനെ അള്ളാഹു നിയോഗിക്കും. രണ്ടാം സഹസ്രാബ്ദത്തിൻ്റെ നവോത്ഥാന നായകനാണ് ഇസ്ലാമിക ലോകം കണ്ട ഇമാമുർ റബ്ബാനി മുജദ്ദിദ് അൽ ഫിസാനി അഷെയ്ഖ് അഹ്മദ് അൽ ഫാറൂഖി സർഹിന്ദി. ഇമാം സർഹിന്ദി റളിയല്ലാഹു അൻഹു രണ്ടാം ഖലീഫയായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സന്താന പരമ്പരയിൽ ഹിജറ 971 ശവ്വാൽ 14 ഒരു വെള്ളിയാഴ്ച രാവിൽ പഞ്ചാബിലെ സർഹിന്ദ് എന്ന സ്ഥലത്താണ് അഷെയ്ഖ് അഹമ്മദ് സർഹിന്ദി ജനിക്കുന്നത്. പിതാവിൻ്റെ പേര് അൽ ആരിഫ് അഷെയ്ഖ് അബ്ദുൽ അഹദ് അസ്സർഹിന്ദി. അഹമ്മദ് സർഹിന്ദി റളിയല്ലാഹു അൻഹു വളരെ ചെറുപ്പത്തിൽ തന്നെ ഖുർആൻ മനഃപ്പാഠമാക്കി, പിതാവിൽ നിന്ന് പ്രാഥമിക പഠനം കരസ്ഥമാക്കി. ശേഷം ആ കാലഘട്ടത്തിലെ ഉന്നത പണ്ഡിതരിൽ നിന്നും അറിവുകൾ നേടി. ആ കാലഘട്ടത്തിലെ അറിവിൻ്റെ കേന്ദ്രമായിരുന്ന സിയാൽകൂത്ത് എന്ന നാട്ടിലേക്ക് പോയി അവിടുത്തെ സിലബസ് പ്രകാരമുള്ള കിതാബ് പഠിച്ചു. അവിടുത്തെ ഉസ്താദായ കമാലുദ്ദീനിൽ കശ്മീരി റളിയല്ലാഹു അൻഹു എല്ലാ വിഷയത്തിലും അവഗാഹമുള്ള അഗാധ പാണ്ഡിത്യമുള്ള വ്യക്തിത്വമായിരുന്നു. ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ ഫഹദ് എന്നിവരിൽ നിന്നാണ് സ്വഹീഹുൽ ബുഖാരിയും മിഷ്കാത്തുൽ മസാബീഹും ശമാഇൽ തിർമിദിയും ഒക്കെ പഠിച്ചത്. ഇബ്നു ഹജർ അൽ ഹൈത്തമി റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യനായ അഷെയ്ഖ് യഅഖൂബ് അസ്വറുഫി അൽ കശ്മീരി എന്നവരിൽ നിന്നും ചില ഹദീസ് ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ടുണ്ട്. അഷെയ്ഖ് അബ്ദുൽ ബാഖി അൻ നഖ്ശബന്ദി എന്നവരാണ് അഷെയ്ഖ് അഹമ്മദ് സർഹിന്ദിയുടെ ആത്മീയ ഗുരു. ഖോജ ബാഖില്ല എന്ന പേരിലാണ് മഹാൻ അറിയപ്പെടുന്നത്. കാബൂളിലാണ് മഹാനവറുകളുടെ ജനനം. ത്വരീഖത്തിൻ്റെ വലിയ പദവി സ്ഥാനം അലങ്കരിച്ച മഹാവ്യക്തിത്വമാണ്. വിനയത്തിൻ്റെ ലാളിത്യത്തിൻ്റെ ഉടമയായിരുന്നു. ഒരു വിരിപ്പും ഇല്ലാതെ സാദാ വെറും മണ്ണിലിരിക്കും. ജീവികളോട് വലിയ കാരുണ്യമായിരുന്നു. കടുത്ത ശക്തമായ തണുപ്പുള്ള ഒരു രാത്രി ഖോജ ബാഖില്ല റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞ് കിടക്കാൻ വേണ്ടി തൻ്റെ റൂമിലേക്ക് വന്നപ്പോൾ റൂമിലെ വിരിപ്പിൽ ഒരു പൂച്ച ഉറങ്ങുകയാണ്. ആ പൂച്ചയെ ഉണർത്താൻ മഹാൻ ഇഷ്ടപ്പെട്ടില്ല. നേരം പുലരുന്നതുവരെ സുബഹി വരെ തണുപ്പ് സഹിച്ച് മഹാൻ കിടന്നു. തൻ്റെ മുന്നിൽ ഭക്ഷണം എത്തിയാൽ പാവങ്ങൾക്ക്, കഷ്ടപ്പെടുന്നവർക്ക്, പ്രയാസപ്പെടുന്നവർക്ക്, പട്ടിണി കിടക്കുന്നവർക്കത് വിതരണം ചെയ്യും. കാബൂളിൽ നിന്നും ലാഹോർ വഴി ഡൽഹിയിലേക്ക് മഹാനായ ഖോജ ബാഖില്ല എന്നവർ എത്തി. ഒരുപാട് ആളുകൾ മഹാനിൽ നിന്നും നഖ്ശബന്ദിയ ത്വരീഖത്ത് സ്വീകരിച്ചിട്ടുണ്ട്. ഇമാം അഹമ്മദ് സർഹിന്ദിയുടെ ഷെയ്ഖായ ഖോജ ബാഖില്ല റളിയല്ലാഹു അൻഹു ഇന്ത്യയിലേക്ക് പുറപ്പെടാൻ ഉദ്ദേശിച്ചപ്പോൾ
അള്ളാഹുവിനോട് 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. പിന്നീട് ഒരു സ്വപ്നം കാണുകയാണ്. നല്ല ഭംഗിയുള്ള ഒരു തത്ത മഹാൻ്റെ കയ്യിൽ വന്നിരിക്കുന്നു. നല്ല മനോഹര വാക്കുകൾ പറയുന്നുണ്ട് ആ തത്ത. അദ്ദേഹം ആ തത്തക്ക് തൻ്റെ തുപ്പുനീര് കുടിപ്പിക്കുന്നു. ആ സമയത്ത് തത്ത അതിൻ്റെ കൊക്കുകൊണ്ട് ഒരു മധുരം കൊത്തിയെടുക്കുകയാണ്. ഖ്വാജ ബാഖില്ല റളിയല്ലാഹു അൻഹു ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അറിയാൻ മഹാൻ തൻ്റെ ഷെയ്ഖായ അഷേഖ് ഖ്വാജയെ സമീപിച്ചു. ഗുരുനാഥൻ ഈ സ്വപ്നം വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു, ആ തത്ത ഇന്ത്യയിലാണ്. നിൻ്റെ തർബീയത്തിനാൽ ഇന്ത്യയിലുള്ള ഒരാൾ ലോകം പ്രകാശിപ്പിക്കും. അങ്ങനെ ഖ്വാജ ബാഖില്ല റളിയല്ലാഹു അൻഹു ഇന്ത്യയിലെത്തി. ഡൽഹിയിലാണ് മഹാനായ ഖ്വാജ ബാഖില്ല റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഷേഖ് സർഹിന്ദി തൻ്റെ ഷെയ്ഖായ ഖ്വാജ ബാഖില്ലയുടെ ചാരത്തെത്തി. ആദ്യമായി കണ്ടപ്പോൾ തന്നെ ഖ്വാജ ബാഖില്ല റളിയല്ലാഹു അൻഹു വളരെ സന്തോഷത്തോടെ, സ്നേഹത്തോടെ, ആദരവോടെ തൻ്റെ ശിഷ്യനാകാൻ പോകുന്ന ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദിയെ സ്വീകരിച്ചു. മുമ്പ് പരിചയമുള്ളതുപോലെ ഖ്വാജ ബാഖില്ല റളിയല്ലാഹു അൻഹു തൻ്റെ ശിഷ്യനാകാൻ വന്ന അഹമ്മദ് സർഹിന്ദിയോട് പറഞ്ഞു, 1 മാസം അതിഥിയായി ഇവിടെ താമസിക്കണം. അതിനു കഴിയില്ലെങ്കിൽ ചുരുങ്ങിയത് 1 ആഴ്ച ഇവിടെ താമസിക്കണം. 1 മാസവും 2 ആഴ്ചയും അവിടെ താമസിച്ചു. നഖ്ശബന്ദിയ ത്വരീഖത്ത് സ്വീകരിക്കാൻ ഷെയ്ഖ് സർഹിന്ദിക്ക് വല്ലാത്ത ആഗ്രഹം മനസ്സിൽ ഉദിച്ചു. ബൈഅത്ത് ചെയ്യണമെന്ന ആഗ്രഹം തൻ്റെ ഷെയ്ഖായ ഖ്വാജ ബാഖില്ല റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. ഉടനെ തന്നെ ഖ്വാജ ബാഖില്ല റളിയല്ലാഹു അൻഹു ബൈഅത്ത് നൽകി. അതോടെ അള്ളാഹുവിൻ്റെ ദിക്റിൽ മുഴുകി ആത്മീയതയുടെ ഉന്നതമായ പദവികളിലേക്ക് കയറാൻ ചെന്നെത്താൻ ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദിക്ക് സാധിച്ചു. പിന്നീട് ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദി നഖ്ശബന്ദിയ ത്വരീഖത്ത് സ്വീകരിച്ച് ഷെയ്ഖിൻ്റെ സമീപത്തു നിന്നും പുറപ്പെട്ടു. 2ാം തവണ ഡൽഹിയിൽ വെച്ച് വീണ്ടും തൻ്റെ ഷെയ്ഖിനെ കണ്ടുമുട്ടി. ആ സമയത്താണ് ഖ്വാജ ബാഖില്ല ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദിയെ നഖ്ശബന്ദിയ ത്വരീഖത്തിൻ്റെ ഖലീഫയായി നിയമിക്കുന്നത്. തർബീയത്തിനുള്ള അധികാരം നൽകി പല കാര്യങ്ങളും ഏൽപ്പിച്ചു കൊടുത്തു. ഷെയ്ഖിൻ്റെ ചില പ്രത്യേക ശിഷ്യന്മാരെയും ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദിയെ ഏൽപ്പിച്ചു. ത്വരീഖത്തിൻ്റെ ഇൽമ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയായിരുന്നു ഇത്. 3ാം തവണ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി ശിഷ്യനായ ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദി പോയപ്പോൾ ആ സമയത്ത് പതിവിന് വിപരീതമായി തൻ്റെ ശിഷ്യനെ സ്വീകരിക്കാൻ വേണ്ടി ഖ്വാജ ബാഖില്ല നടന്ന് ശിഷ്യൻ്റെ അടുത്തേക്ക് വന്നു. ഷെയ്ഖ് തൻ്റെ ശിഷ്യനെ സ്വീകരിച്ചു കൊണ്ടുപോയി. നഖ്ശബന്ദിയ ത്വരീഖത്തിൻ്റെ നേതൃത്വം ഏൽപ്പിച്ചു. ശിഷ്യന്മാരോട് പറഞ്ഞു, ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദിയുടെ സദസ്സിൽ നിങ്ങൾ ശ്രദ്ധപൂർവ്വം ഇരിക്കണം. അവസാനം യാത്ര പറഞ്ഞു പിരിയുമ്പോൾ അഹമ്മദ് സർഹിന്ദിയോട് ഷെയ്ഖായ ഖ്വാജ ബാഖില്ല പറഞ്ഞു, ഞാൻ ഈ ലോകത്തെ ജീവിതം ഇനി വല്ലാതെ കൊതിക്കുന്നില്ല. അഥവാ ഞാൻ പെട്ടെന്ന് വിട പറയും. എൻ്റെ ഈ 2 ചെറിയ മക്കൾ അബ്ദുള്ള, ഉബൈദുള്ള, ഈ വിരിയുടെ അപ്പുറത്തുള്ള അവരുടെ ഉമ്മ, ഇവരുടെ കാര്യത്തിൽ നിങ്ങളുടെ ആത്മീയ നോട്ടവും നിയന്ത്രണവും വേണം. ശിഷ്യനായ അഹമ്മദ് സർഹിന്ദി തൻ്റെ ഷെയ്ഖിൻ്റെ വാക്കുകൾ അതവോടെ ആദരവോടെ സ്വീകരിക്കുന്നു, ഏറ്റുവാങ്ങുന്നു. അങ്ങേയറ്റം സ്നേഹവും ബഹുമാനവും ആദരവും ഉസ്താദിനോട് ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദിക്കുണ്ടായിരുന്നു. ഒരിക്കൽ ശിഷ്യനായ ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദിയെക്കുറിച്ച് ഉസ്താദായ ഖ്വാജ ബാഖില്ല പറഞ്ഞു റളിയല്ലാഹു അൻഹു, അഹമ്മദ് സർഹിന്ദി സൂര്യനാണ്. എന്നെപ്പോലെയുള്ള ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ ആ സൂര്യപ്രകാശത്തിൻ്റെ വെളിച്ചത്തിൽ
മാഞ്ഞുപോയി, മറഞ്ഞുപോയി. തൻ്റെ ഷെയ്ഖിനോട് യാത്ര പറഞ്ഞ് അഹമ്മദ് സെർഹിന്ദിൽ തന്നെ ആത്മീയ നേതൃത്വം വഹിച്ച് ജീവിതം കഴിച്ചുകൂട്ടി. പിന്നീട് തൻ്റെ ഷെയ്ഖിൻ്റെ നിർദ്ദേശപ്രകാരം ലാഹോറിലേക്ക് പോയി. അവിടെ ധാരാളം ആത്മീയ പണ്ഡിതന്മാരുണ്ടായിരുന്നു. അഹമ്മദ് സെർഹിന്ദി റളിയല്ലാഹു അൻഹു ലാഹോറിലേക്ക് വരുന്നു എന്ന വിവരം അറിഞ്ഞപ്പോൾ ലാഹോറുകാർ വളരെ അങ്ങേറ്റത്തെ സ്വീകരണം നൽകിയത്. വളരെ വലിയ സ്വീകരണം നൽകി. ധാരാളം ആളുകൾ ഷെയ്ഖ് അഹമ്മദ് സെർഹിന്ദിയെ ബൈഅത്ത് ചെയ്തു. ലാഹോറിൽ താമസിക്കുന്ന സമയത്താണ് തൻ്റെ ഷെയ്ഖായ ഖ്വാജ ബാഖില്ല വഫാത്തായ വിവരം ശിഷ്യനായ ഷെയ്ഖ് അഹമ്മദ് സെർഹിന്ദി അറിയുന്നത്. ആ വാർത്ത വല്ലാത്ത ദുഃഖം സൃഷ്ടിച്ചു. ഉടനെ ഷെയ്ഖിൻ്റെ നാടായ ഡൽഹിയിലേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴിയിലാണ് തൻ്റെ നാടായ സെർഹിന്ദ്. എന്നിട്ടും നാട്ടിലിറങ്ങിയില്ല. നാട്ടിലിറങ്ങാതെ വീട്ടിൽ പോലും കയറാതെ ഡൽഹിയിലേക്ക് പോയി തൻ്റെ ഷെയ്ഖിൻ്റെ ഖബർ സിയാറത്ത് ചെയ്ത് ഷെയ്ഖിൻ്റെ മക്കളുടെയും കൂട്ടുകാരുടെയും അടുത്ത് പോയി അവരെ സമാധാനിപ്പിച്ചു. അവർക്ക് പ്രാർത്ഥന നടത്തിക്കൊടുത്തു. അവിടെ ആവശ്യപ്രകാരം കുറച്ച് ദിവസം അവിടെ താമസിച്ചു. പിന്നീട് സെർഹിന്ദിലേക്ക് പോയി. ഹിജറ 1026 തൻ്റെ ധാരാളം ഖലീഫമാരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയച്ചു. തുർക്കിസ്ഥാൻ, ഹിജാസ്, യമൻ, റോം, ഷാം, ഖുറാസാൻ ഇവിടെയെല്ലാം അവർ ചെന്നു. ധാരാളം ആളുകൾ അവർ മുഖേന സന്മാർഗത്തിലെത്തി. 1027 ഹിജറ ആയപ്പോൾ എല്ലാ നാട്ടിലും അറബ് നാടുകൾ അഹമ്മദ് സെർഹിന്ദി റളിയല്ലാഹു അൻഹു അറിയപ്പെട്ടു. എല്ലാ നാട്ടിൽ നിന്നും ആളുകൾ മഹാൻ്റെ ചാരത്തേക്കൊഴുകി. ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും മഹാനുഭാവൻ്റെ ഖലീഫമാർ ആത്മീയ നേതൃത്വം നൽകാൻ തുടങ്ങി. ഹിജറ 1014 മുഗൾ ഭരണാധികാരി അക്ബർ ചക്രവർത്തിയുടെ പിൻഗാമി ജഹാംഗീർ ഭരണാധികാരിയായി. അക്ബറിൻ്റെ വികല വിശ്വാസങ്ങൾ ഇസ്ലാമിൻ്റെ യഥാർത്ഥ മുഖങ്ങളെ വികൃതമാക്കിയിരുന്നു. ഈ കാര്യമോർത്ത് വലിയ ദുഃഖത്തിലായിരുന്നു അഹമ്മദ് സെർഹിന്ദി. മുഗൾ ഭരണത്തിൻ്റെ കീഴിലുള്ള പല മന്ത്രിമാരും ഷെയ്ഖ് അഹമ്മദ് സെർഹിന്ദിയുമായി വലിയ ബന്ധമുണ്ടായിരുന്നു. ധാരാളം ആളുകൾ ഷെയ്ഖ് അഹമ്മദ് സെർഹിന്ദിയെ പിൻപറ്റി. ഇത് കണ്ട ഭരണാധികാരികൾ ഭയപ്പെട്ടു. ജനങ്ങൾ അവർക്കെതിരെ വിപ്ലവം സൃഷ്ടിക്കുമോ, ഭരണത്തെ തകർക്കുമോ എന്നൊരു ഭയം അവർക്കുണ്ടായി. ലാഹോറിലേക്ക് ഷെയ്ഖ് അഹമ്മദ് സെർഹിന്ദി പോകുമ്പോൾ 10,000 കൂടെ ഉണ്ടായിരുന്നത്. ജഹാംഗീർ ഷെയ്ഖ് അഹമ്മദ് സെർഹിന്ദിയോട് വരാൻ ആവശ്യപ്പെട്ടു. സെർഹിന്ദിലെ ഭരണാധികാരിയോട് പറഞ്ഞു, എങ്ങനെയെങ്കിലും അഹമ്മദ് സെർഹിന്ദിയെ കൊട്ടാരത്തിലെത്തിക്കണം. മഹാനായ ഷെയ്ഖ് അഹമ്മദ് സെർഹിന്ദി തൻ്റെ 5 മുരീദന്മാരെയും കൂട്ടി പുറപ്പെട്ടു. ഇമാം പുറപ്പെട്ട വിവരം അറിഞ്ഞപ്പോൾ ഇമാമിനെ സ്വീകരിക്കാൻ ഉന്നതരെ പറഞ്ഞയച്ചു. രാജകൊട്ടാരത്തിൻ്റെ സമീപത്ത് ഇമാമിന് വേണ്ടി ഒരു ടെൻ്റ് നിർമ്മിച്ചു. ഇമാം അതാ കടന്നു വരുന്നു രാജകൊട്ടാരത്തിലേക്ക്. പക്ഷേ രാജാക്കന്മാരെ കാണുമ്പോൾ ചെയ്യുന്ന ഒരു മര്യാദയും ഷെയ്ഖ് അഹമ്മദ് സെർഹിന്ദി കാണിച്ചില്ല. അതവർക്ക് വല്ലാതെ രസിച്ചില്ല. അംഗരക്ഷകർക്ക് ദേഷ്യം വന്നു. ചക്രവർത്തി ഇമാമിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ രാജകൊട്ടാരത്തിൽ വരുമ്പോൾ ചെയ്യേണ്ട മര്യാദ കാണിക്കാതിരുന്നത്? ഇമാം അവർകൾ പറഞ്ഞു, അള്ളാഹു അവൻ്റെ റസൂൽ അവർ പഠിപ്പിച്ച മര്യാദയും വിധിവിലക്കുകളും മാത്രമേ ഞാൻ പിൻപറ്റുകയുള്ളൂ. ചക്രവർത്തിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു സുജൂദ് ചെയ്യണം. ഇമാം അവർകൾ പറഞ്ഞു, ഞാൻ അള്ളാഹുവിനല്ലാതെ ഒരാൾക്കും ഇന്ന് വരെ സുജൂദ് ചെയ്തിട്ടില്ല, ഇനി ഒരിക്കലും ചെയ്യുകയുമില്ല. ചക്രവർത്തി ദേഷ്യം പിടിച്ച് ഇമാമിനെ ജയിലിലടക്കാൻ കൽപ്പിച്ചു. അങ്ങനെ ജഹാംഗീർ ഇമാം അഹമ്മദ് സെർഹിന്ദിയെ ഗാഡിയോർ ജയിലിലടച്ചു. ഇമാമിൻ്റെ മുഴുവൻ ഗ്രന്ഥങ്ങളും കണ്ടുകെട്ടി
ഇമാം അവറുകളുടെ വീടുകളും സ്ഥലവും പൂട്ടിയിട്ടു. കുടുംബത്തെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചു. 1028 ഹിജറ ഈ സംഭവം നടന്നത്. ജയിലിലും തൻ്റെ ആത്മീയ പ്രബോധനം തുടർന്നു. ജയിലിലുണ്ടായിരുന്ന മുസ്ലിമീങ്ങളായ ആളുകൾ 10,000 ഇസ്ലാമിലേക്ക് വന്നു. മുസ്ലിമീങ്ങൾ തന്നെ തൗബ ചെയ്തു മടങ്ങി നല്ലവരായി. ജയിലിൽ നിന്നും മക്കൾക്ക് കത്തെഴുതി ക്ഷമിക്കുക, പ്രാർത്ഥിക്കുക, ഖുർആൻ ഓതുക, ദിക്ർ വർദ്ധിപ്പിക്കുക. ഇതായിരുന്നു കത്തിൻ്റെ ഉള്ളടക്കം. ഒരു ദിവസം ജഹാംഗീർ കിടന്നുറങ്ങുക. അപ്പോഴതാ സ്വപ്നത്തിൽ വരുന്നു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തോട് ചോദിച്ചു. ദുഃഖത്തോടെയാണ് നബി തങ്ങൾ ചോദിക്കുന്നത്. വിരൽ കടിച്ചുകൊണ്ട് ചോദിച്ചു, ഹബസ്ത ഹാദൽ ഇൻസാനൽ അലീം യാ ജഹാംഗീർ. ജഹാംഗീറെ, ഈ മഹാമനീഷിയെയാണോ നിങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്? ജഹാംഗീർ ഖേദിച്ചു മടങ്ങി, മാപ്പ് ചോദിച്ചു. ഇമാം അവറുകളെ വിട്ടയച്ചു. 1 വർഷം ജയിലിൽ കിടന്നു. എല്ലാവിധ ആദരവോടുകൂടി ജയിലിൽ നിന്നും മോചിതനായ ഇമാം അഹമ്മദ് സർഹിന്ദിയെ ജഹാംഗീറിൻ്റെ മകൻ ഷാജഹാൻ തൻ്റെ കൂടെ താമസിപ്പിച്ചു. സൈനിക അകമ്പടിയോടുകൂടെ ലാഹോറിൽ പോയി. അവിടെ നിന്ന് സർഹിന്ദിലേക്കും സർഹിന്ദിൽ താമസമാക്കി. സർഹിന്ദിൽ സ്ഥിരമായി താമസിക്കാനായിരുന്നു അഹമ്മദ് സർഹിന്ദി റളിയല്ലാഹു അൻഹുവിന് ഇഷ്ടം. പക്ഷേ ചക്രവർത്തിക്ക് ഇമാമിനെ വിട്ടുപിരിയാൻ കഴിയാത്ത സ്നേഹമായി. അതുകൊണ്ട് തന്നെ ചക്രവർത്തിയുടെ കൂടെ ഡൽഹിയിലേക്കും അവിടെ നിന്ന് ബനാറസിലേക്കും പിന്നീട് അജ്മീറിലേക്കും പോകേണ്ടി വന്നു. രാജാവിൻ്റെ കൂടെ സഹവസിച്ചതുകൊണ്ട് തന്നെ അത് ദീനിന് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. പൊളിഞ്ഞു വീണ പല പള്ളികളും പുനരുദ്ധാരണം നടത്തി. മതവിജ്ഞാന സ്ഥാപനങ്ങൾ നിർമ്മിച്ചു. ഇസ്ലാമിക പ്രബോധനത്തിന് വലിയ നേട്ടം അത് മുഖേനുണ്ടായി. ഹജ്ജും ഉംറയും അതുപോലെ തന്നെ മസ്ജിദ് നബവി സിയാറത്തും വല്ലാത്ത ആഗ്രഹം ഇമാമിനുണ്ടായിരുന്നു. പിതാവിൻ്റെ പ്രായാധിക്യം കാരണത്താൽ യാത്ര വൈകി. ഹിജറ 1007 പിതാവ് മരണപ്പെട്ടപ്പോൾ യാത്രക്ക് തയ്യാറായി. ഹിജറ 1008 ഹജ്ജ് ചെയ്ത് 2 ഹറമും സന്ദർശിച്ച് മടങ്ങി. എല്ലാ വിഷയത്തിലും പുണ്യനബിയെ പിൻപറ്റി മാത്രം ജീവിച്ച മഹാനാണ് ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദി. ഒരു ദിവസം ഇമാം പറഞ്ഞു, എനിക്ക് ആകെ ഒരു തെറ്റാണ് പറ്റിയിട്ടുള്ളത്. ഞാനൊരു ദിവസം ബാത്റൂമിൽ കയറിയപ്പോൾ അറിയാതെ മറന്ന് എൻ്റെ വലതുകാൽ മുന്തിച്ചു. അന്ന് എൻ്റെ ആത്മീയ അനുഭൂതികളിൽ അധികവും തടയപ്പെട്ടു. ഒരു ദിവസം സ്വാലിഹ് ഖത്ലാനി എന്നവരോട് ഇമാം പറഞ്ഞു, കവറിൽ നിന്നും അല്പം കുരുമുളക് കൊണ്ടുവരൂ. അദ്ദേഹം കൊണ്ടുവന്നത് 6 കുരുമുളകാണ്. ഇമാം അഹമ്മദ് സർഹിന്ദിയുടെ മുഖം ചുവന്നു. എന്നിട്ട് പറഞ്ഞു, ഹദീസിൽ വന്നിട്ടില്ലേ, അള്ളാഹു ഒരുവനാണ്, അവൻ ഒറ്റയെ ഇഷ്ടപ്പെടുമെന്ന്. അതുകൊണ്ട് ഒറ്റയെ പരിഗണിക്കൽ സുന്നത്താണ്. ഏത് ചെറിയ സുന്നത്തും മഹാൻ ഒഴിവാക്കാറില്ല. ചൂടുകാലത്തും തണുപ്പുകാലത്തും രാത്രിയുടെ അവസാനത്തെ പകുതിയിൽ ഉറക്കിൽ നിന്ന് എണീക്കും, ഖുർആൻ ഓതും, ഹദീസിൽ വന്ന പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കും. സുന്നത്ത് നിസ്കാരം ധാരാളം സമയം നീണ്ട നിസ്കാരമായിരിക്കും. സുബഹി കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നത് വരെ ദിക്റിൽ മുഴുകും. ശേഷം വീട്ടിൽ പോയി കുടുംബങ്ങളുടെ കൂടെ ചിലവഴിച്ച് അവർക്ക് ആത്മീയ വിജ്ഞാനം നൽകും. അവരോടുകൂടെ ഭക്ഷണം കഴിക്കും. റമളാനിൽ അവസാനത്തെ 10 ഇത്തിക്കാഫിരിക്കും. ഇശാവും വിത്തറും നിസ്കരിച്ച ഉടനെ കിടന്നുറങ്ങും. വെള്ളിയാഴ്ച രാവിലും തിങ്കളാഴ്ച രാവിലും കൂടുതൽ സ്വലാത്ത് ചൊല്ലും. രോഗികളെ സന്ദർശിക്കും. ഖബർ സിയാറത്ത് ചെയ്യും. മിഷ്കാത്തുൽ മസാബീഹ്, സ്വഹീഹുൽ ബുഖാരി, തഫ്സീറുൽ ബൈളാവി, അവാരിഫുൽ മആരിഫ് തുടങ്ങിയ ഗ്രന്ഥങ്ങൾ ദർസ് നടത്തും. വസ്ത്രത്തിൻ്റെ മുകളിൽ ഒരു കോട്ടുണ്ടായിരുന്നു.
നബി തങ്ങളുടെ സുന്നത്തായ തലപ്പാവ് 2 വാല് ചുമലിലേക്ക് തൂക്കിയിട്ട് ധരിക്കും. വെള്ളിയാഴ്ചയും പെരുന്നാൾ ദിവസത്തിലും പ്രത്യേക മുന്തിയ വസ്ത്രം ധരിക്കും. പുതിയ വസ്ത്രം ലഭിച്ചാൽ ധരിച്ചിരുന്ന വസ്ത്രം സേവകന്മാർക്കും മറ്റും നൽകും. സദാസമയവും ഇമാമിൻ്റെ കൂടെ 60ഉം 50ഉമൊക്കെ വലിയ വലിയ പണ്ഡിതന്മാരുണ്ടാകും. അവർക്കുള്ള ഭക്ഷണവും അവിടെ തയ്യാർ ചെയ്യും. ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം വ്യാപിപ്പിച്ചു. എല്ലാ സ്ഥലങ്ങളിലും അവിടുത്തെ ഖലീഫമാർ ആത്മീയ നിയന്ത്രണത്തിലായി. ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദി അന്ത്യയാത്രക്കൊരുങ്ങുകയാണ്. അജ്മീറിൽ താമസിക്കാൻ വേണ്ടി പോയ സമയത്ത്, അവിടെ താമസിക്കുന്ന സമയത്ത് ഒരു ദിവസം പറഞ്ഞു, എൻ്റെ പരലോകയാത്ര അടുത്തു. സർഹിന്ദിലുള്ള മക്കൾക്ക് കത്തെഴുതി, എൻ്റെ ആയുസ് തീരാനടുത്തായി, മക്കൾ ദൂരത്താണ്. കത്ത് കിട്ടിയ ഉടനെ മക്കൾ അജ്മീറിലെത്തി. ഇമാം തൻ്റെ മക്കളായ അഷേഖ് മുഹമ്മദ് സഈദ്, അഷേഖ് മുഹമ്മദ് മഅസൂം എന്നിവരോട് പറഞ്ഞു, ഇപ്പോൾ ഈ ലോകത്തെ ഒന്നിലും എനിക്ക് താല്പര്യമില്ല. എൻ്റെ ചിന്ത മുഴുവൻ പരലോകം. എൻ്റെ അന്ത്യയാത്ര അടുത്തു. അജ്മീറിൽ നിന്ന് സർഹിന്ദിലെത്തിയ ഇമാം ജനങ്ങളുമായി ബന്ധം ഒഴിവാക്കി. ഏകാന്തമായ ജീവിതം. മക്കൾക്കും തിരഞ്ഞെടുത്ത 2 ഖാദിമീങ്ങൾക്കും മാത്രമാണ് ഇപ്പോൾ അങ്ങോട്ട് പ്രവേശനമുള്ളൂ. പ്രവേശനാനുമതി നിഷേധിച്ചു. 5 വക്ത് നിസ്കാരത്തിന് ജുമാക്കും മാത്രം പുറത്തു വരും. കഴിഞ്ഞാലുടനെ തിരിച്ചു പോകും. മുഴുവൻ സമയവും ഇസ്തിഗ്ഫാറിലാണ്, ദിക്റിലാണ്, അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തയിലാണ്. 1032 ഹിജറ ദുൽഹിജ്ജ മാസം പകുതിയായപ്പോൾ രോഗം ശക്തമായി. ക്ഷീണം വല്ലാതെ അലട്ടുന്നുണ്ട്. ശക്തമായ ക്ഷീണം പ്രകടമാകുമ്പോൾ അവിടുന്ന് പറയും, അല്ലാഹുമ്മ റഫീഖൽ അഅ്ലാ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ രോഗം അല്പം ശമനമായി. ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദി പറഞ്ഞു, രോഗത്തിൽ ഞാൻ അനുഭവിക്കുന്ന അനുഭൂതി രോഗശമന സമയത്ത് അനുഭവിക്കുന്നില്ല. ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ തുടങ്ങി. മുഹറം 12 ഇമാം പറഞ്ഞു, ഹിജറ 1034. 45 ദിവസത്തിനുള്ളിൽ ഞാൻ ദുനിയാവിൽ നിന്നും പരലോകത്തേക്ക് പോകും. എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഖബർ എനിക്ക് കാണിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ദിവസം ഇമാം കരയുകയാണ്. മക്കൾ ചോദിച്ചു, എന്തിനാ ഉപ്പ കരയുന്നത്? ഇമാം പറഞ്ഞു, അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിച്ചതുകൊണ്ട്. മക്കൾ ചോദിച്ചു, സാധാരണയ്ക്ക് വിപരീതമായി മക്കളോട് താല്പര്യമില്ലാതെ എന്താണ് ഉപ്പ? ഇമാം അവர்கள் പറഞ്ഞു, അല്ലാഹു അഹബ്ബു ഇലയ്യ മിൻകും, നിങ്ങളെക്കാൾ എനിക്ക് പ്രിയം എൻ്റെ റബ്ബാണ്. സഫർ 22 അടുത്ത ആളുകളോടും ഖാദിമീങ്ങളോടും പറഞ്ഞു, ഇന്നത്തെ രാത്രി 40 ദിവസം പൂർത്തിയായി. ഇനിയുള്ള 7-8 ദിവസത്തിനുള്ളിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാൻ തുടങ്ങി. സഫർ 23 മുഴുവൻ വസ്ത്രവും തൻ്റെ ഖാദിമീങ്ങൾക്കും കൂട്ടുകാർക്കും വിതരണം ചെയ്തു. ശരീരത്തിൽ ധരിക്കാൻ മാത്രമുള്ള വസ്ത്രം. വീണ്ടും പനി പിടിച്ചു. നബിതങ്ങൾക്ക് വഫാത്തിൻ്റെ മുമ്പ് ആദ്യം രോഗം വന്നു, പിന്നീട് രോഗം മാറി, വീണ്ടും രോഗം പിടിപെട്ടു എന്നതുപോലെ ഇമാം അഹമ്മദ് സർഹിന്ദി ഒന്നുകൂടി ക്ഷീണിതനായി. എന്നാലും ജമാഅത്ത് നിസ്കാരം ഒഴിവാക്കാറില്ല. ജീവിതത്തിൻ്റെ അവസാനത്തെ 4-5 ദിവസം മാത്രമാണ് ജമാഅത്ത് ഒഴിവായത്. അങ്ങേയറ്റം ക്ഷീണിച്ച കാരണത്താലാണ് ഒഴിവാക്കേണ്ടി വന്നത്. അവസാന സമയം വരെ തഹജ്ജുദ് നിസ്കാരം ഒഴിവാക്കിയില്ല. ഒരു ദിവസം രാത്രിയുടെ അവസാന സമയത്ത് എണീറ്റ്
തഹജ്ജുദ് നിസ്കരിച്ച് പറഞ്ഞു, ഹാദിഹി ആഖിറു നാഫിലത്തിൽ ലൈൽ, ഇത് എൻ്റെ രാത്രിയിലെ അവസാനത്തെ നിസ്കാരമാണ്. അതുപോലെ പുലരുകയും ചെയ്തു. ഭാര്യയോട് പറഞ്ഞു, എന്നെ കഫൻ ചെയ്യുമ്പോഴും മറവ് ചെയ്യുമ്പോഴും പുണ്യ നബിയുടെ ചര്യപ്രകാരം വേണം. തിരുസുന്നത്തിൽ ഒന്നും ഒഴിവാക്കരുത്. നിൻ്റെ മഹർ വിറ്റ് ആ കാശ് കൊണ്ട് എൻ്റെ കഫൻ പുടവ വാങ്ങണം. ഹിജറ 1034 സഫർ 29 രാത്രി തൻ്റെ സേവകരിലേക്കും കൂട്ടുകാരിലേക്കും തിരിഞ്ഞുകൊണ്ട് ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദി പറഞ്ഞു, നിങ്ങൾ ഒരുപാട് പ്രയാസപ്പെട്ടു എൻ്റെ സേവനത്തിന് വേണ്ടി. ഇനിയൊരു രാത്രി നിങ്ങൾ പ്രയാസപ്പെട്ടാൽ മതി. പിന്നെ നിങ്ങൾക്ക് പ്രയാസപ്പെടേണ്ടി വരില്ല. എൻ്റെ കാര്യത്തിൽ നിങ്ങൾ പ്രയാസപ്പെടേണ്ടി വരില്ല. സഫർ 29 രാത്രി അവസാനിക്കുന്നു. നേരം പുലരുന്നു. ഫജ്ർ വിടരുന്നു. ഇമാം മൂത്രമൊഴിക്കാൻ വേണ്ടി ഒരു പാത്രം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. കൊണ്ടുവന്ന പാത്രത്തിൽ മണൽ ഉണ്ടായിരുന്നില്ല. അതിൽ മൂത്രമൊഴിച്ചാൽ ശരീരത്തിൽ മൂത്രത്തുള്ളികൾ തെറിച്ച് വീഴാൻ സാധ്യതയുണ്ട്. ആ പാത്രം തിരിച്ചയച്ചു. ഇമാം അഹമ്മദ് സർഹിന്ദി പറഞ്ഞു, വുളൂ നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനിയൊരു വുളൂ എടുക്കാൻ സമയവുമില്ല. അതുകൊണ്ട് എന്നെ വിരിപ്പിൽ കിടത്തുക. വിരിപ്പിൽ കിടത്തിയ ഉടനെ വലത് കൈ വലത്തെ കവിളിൻ്റെ താഴെ വെച്ച് സുന്നത്തായ രൂപത്തിൽ കിടന്നു. ദിക്റിൽ മുഴുകി. മക്കൾ ചോദിച്ചു, എന്താ ഉപ്പ ഇപ്പോഴത്തെ അവസ്ഥ? ഇമാമറുകൾ പറഞ്ഞു, ഖൈറിലാണ്. പിന്നീട് അല്ലാ 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 എന്ന ദിക്ർ മാത്രം. അല്പം നേരം കഴിഞ്ഞു. ഹിജറ 1304 സഫർ 29 ഡിസംബർ 10 ളുഹാ സമയം ഇമാം അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി. മരണപ്പെട്ടപ്പോൾ നിസ്കാരത്തിൽ കൈകെട്ടുന്ന രൂപത്തിൽ കൈകെട്ടിയിട്ടാണ് കിടന്നിരുന്നത്. വലത് കൈ ഇടത് കൈയിൽ പിടിച്ച്. അത് കുളിപ്പിക്കുന്ന സമയത്ത് ഉയർന്നു. വീണ്ടും അതേ അവസ്ഥയിലേക്ക് മടങ്ങി. പുഞ്ചിരിക്കുന്ന മുഖത്തോടെ, പ്രകാശിക്കുന്ന മുഖത്തോടെ ഇമാം യാത്രയായി. 63-ാമത്തെ വയസ്സിലാണ് ഇമാം അവറുകൾ വഫാത്തായത്. മയ്യത്ത് നിസ്കാരത്തിന് മൂത്ത മകൻ ഷെയ്ഖ് മുഹമ്മദ് സഈദ് നേതൃത്വം നൽകി. മഹാനുഭാവൻ്റെ അന്ത്യവിശ്രമ കേന്ദ്രം റോസ ഷെരീഫ് എന്ന പേരിൽ അറിയപ്പെടുന്നു. പഞ്ചാബിലാണ്, സർഹിന്ദിൽ. 7 ആൺകുട്ടികളുണ്ടായിരുന്നു ഇമാം അവറുകൾക്ക്. മുഹമ്മദ് ഫറഹ്, മുഹമ്മദ് ഈസ എന്നീ 2 മക്കൾ പ്രസവിച്ച ഉടനെ മരിച്ചു. മുഹമ്മദ് അഷ്റഫ് എന്ന കുട്ടി മുലകുടി പ്രായത്തിലും മരണപ്പെട്ടു പോയി. മുഹമ്മദ് സ്വാദിഖ് എന്ന മകൻ 25-ാം വയസ്സിൽ മരിച്ചു. ഇമാമിൻ്റെ ജീവിതകാലത്താണ് ഇതെല്ലാം നടന്നത്. മറ്റു മക്കൾ മുഹമ്മദ് സഈദ്, മുഹമ്മദ് മഅസൂം, മുഹമ്മദ് യഹിയ. ഇമാമുർ റബ്ബാനിയുടെ മഹത്തായ ഗ്രന്ഥമാണ് മക്തൂബാത്ത്. ആത്മജ്ഞാനികൾക്കിടയിൽ വലിയ സ്വീകാര്യതയുള്ള രചനയാണ്. അറബ്, ഉറുദു, ഇംഗ്ലീഷ് തുടങ്ങിയ നിരവധി ഭാഷകളിലേക്ക് ഈ ഗ്രന്ഥം വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഇസ്ലാമിൻ്റെ യഥാർത്ഥ മുഖം കാണിച്ചു കൊടുക്കുകയും അത് പഠിപ്പിക്കുകയും തിരുനബിയുടെ സുന്നത്ത് ഇതാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്ത മഹാവ്യക്തിത്വമാണ്. മുത്തബി സുന്നയാണ്. അള്ളാഹു അവിടുത്തെ മദതും ബറക്കത്തും നമുക്ക് പ്രദാനം ചെയ്യട്ടെ.